Morning to all. In the last class, we were talking about misrepresentation, and today we are going to discuss the term fraud. Fraud is a willful representation made by a party to a contract or by his agent with the intention to deceive the other party so as to induce such party to enter into a contract. It means a false statement made knowingly and without believing it to be true. That is, fraud is an intentional, deliberate or a willful mistake which is being committed by one of the parties to the contract, or fraud must be a misstatement of fact which is being made by one party to the other party with the intention of deceiving the other party and thereby causing the other party to get into a contract. അതായത് ഫ്രോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനഃപൂർവ്വം അല്ലെങ്കിൽ നമ്മൾ പർപ്പസ്ഫുള്ളി ഒരാളെ ചതിക്കണം എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് എന്തെങ്കിലും അവാസ്തവമായിട്ടുള്ള ഒരു കാര്യം വസ്തുതയാണെന്ന് പറഞ്ഞുകൊണ്ട് അയാളെ വിശ്വസിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ അയാളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം നമ്മൾ വാസ്തവമല്ലാത്ത കാര്യം അയാളെ പറയുന്നു. അതുവഴി അയാൾ അത് വിശ്വസിച്ചുകൊണ്ട് ഒരു കോൺട്രാക്റ്റിലേക്ക് ഏർപ്പെടുകയാണെങ്കിൽ അവിടെ ഫ്രോഡ് ഉണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അങ്ങനെയുള്ള ഒരു കേസിൽ അയാളുടെ കൺസെന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഫ്രീ കൺസെന്റ് ആണെന്ന് പറയാൻ പറ്റത്തില്ല. അതൊരു ഫോഴ്സ്ഡ് കൺസെന്റ് ആണ്, അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് കൺസെന്റ് ആണ്. ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അയാൾ ആ സമ്മതം തരാൻ വേണ്ടിയിട്ട് കാരണക്കാരനായിട്ടുള്ളത് കോൺട്രാക്ടിങ് പാർട്ടി ആയിട്ടുള്ള മറ്റേ വ്യക്തിയാണ്. അപ്പോൾ അയാളുടെ ആ ഒരു കൺസെന്റ് എന്ന് പറയുന്നത് എന്താവില്ല, ഫ്രീ കൺസെന്റ് ആവില്ല. അതാണ് ഫ്രോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇറ്റ് ഈസ് എ ഡെലിബറേറ്റ് ഓർ വിൽഫുൾ ഓർ intentional misstatement of fact or misrepresentation which is done by one of the parties to the contract with the intention of deceiving the other party, and that other party is entering or getting into the contract only on the basis of the misstatement which is being committed by the former party. Okay, this is what is fraud. Then essentials of fraud. Fraud must be committed by a party to the contract or by his connivance or by his agent. ഫ്രോഡ് ഉണ്ടെന്ന് നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് പ്രസന്റ് ആയിരുന്നിരിക്കണം. ഒന്നാമത്തത് ഇതാണ്, ഫ്രോഡ് മസ്റ്റ് ബി കമ്മിറ്റഡ് ബൈ എ പാർട്ടി ടു ദ കോൺട്രാക്ട് ഓർ ബൈ ഹിസ് കൺവീനൻസ് ഓർ ബൈ ഹിസ് ഏജന്റ്. ഒന്നുകിൽ ഒരു കോൺട്രാക്ടിങ് പാർട്ടി, കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തി ആയിരുന്നിരിക്കണം ഫ്രോഡ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ അറിവോടെ ആയിരുന്നിരിക്കണം. അതല്ലെങ്കിൽ ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് ആ വ്യക്തിയുടെ ഏജന്റായിട്ട് പ്രവർത്തിക്കുന്ന വ്യക്തി ആയിരിക്കണം ഫ്രോഡ് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടാവുന്നത്. സെക്കൻഡ് എസെൻഷ്യൽ ഇതാണ്, ഇറ്റ് മസ്റ്റ് ബി എയിംഡ് അറ്റ് ദ പാർട്ടി ടു ഇൻഡ്യൂസ് ഹിം ടു എൻറ്റർ ഇൻ ടു ആൻ എഗ്രിമെന്റ്. നമ്മൾ ഈ മനഃപൂർവ്വമായിട്ടുള്ള റോങ് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു മിസ്റെപ്രസെന്റേഷൻ അവിടെ നടത്തുന്നത്, ഡെലിബറേറ്റ് മിസ്റെപ്രസെന്റേഷൻ അവിടെ നടത്തുന്നത് ആ ആളെ നമ്മൾ ഈ കോൺട്രാക്റ്റിലേക്ക് എൻട്രി ചെയ്യിപ്പിക്കുക അല്ലെങ്കിൽ ഈ ഒരു എഗ്രിമെന്റിലേക്ക് ഏർപ്പെടാൻ വേണ്ടിയിട്ട് അയാളെ പ്രേരിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തിലായിരുന്നിരിക്കണം നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ഡെലിബറേറ്റ് മിസ്സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്ട് അവിടെ നടത്തുന്നത്. Then third essential element, the act must be committed with an intention to deceive the other and must have actually deceived. മറ്റേ വ്യക്തിയെ ചതിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആയിരുന്നിരിക്കണം നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞിരിക്കുന്ന മിസ്സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്ട് നടത്തിയിരിക്കുന്ന അല്ലെങ്കിൽ ഈ പറഞ്ഞ അവാസ്തവമായിട്ടുള്ള കാര്യം അയാളെ ധരിപ്പിച്ചിരിക്കുന്നത് അയാൾ ചതിക്കപ്പെട്ടിട്ടുണ്ടാവുകയും വേണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ എന്താണ് ഫ്രോഡാണെന്ന് പറയാൻ പറ്റുള്ളൂ. The next point, the representation must relate to a fact and not just an opinion. മിസ്റെപ്രസെന്റേഷന്റെ കേസിൽ പറഞ്ഞ പോലെ തന്നെ ഫ്രോഡ് ഉണ്ട് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു expression of mere opinion cannot be treated as a fraud, but the statement must relate to a material fact about the contract. നമ്മൾ വെറുതെ എന്തെങ്കിലും ഒരു അഭിപ്രായം പറയുന്നത് ഫ്രോഡായിട്ട് സ്വീകരിക്കാനായിട്ട് പറ്റത്തില്ല. അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് നമ്മളുടെ ഒരു കമന്റ് പറയാണ്, ആ കമന്റിനെ നമ്മൾ എന്ത് ചെയ്യത്തില്ല, അത് തെറ്റാണെന്ന് തെളിഞ്ഞാൽ കൂടെ അത് ഫ്രോഡായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഈ കോൺട്രാക്റ്റുമായിട്ട് റെലവെന്റ് ആയിട്ടുള്ള ഒരു ഏതെങ്കിലും ഒരു ക്ലോസ് നമ്മൾ എന്താ പറയുക തെറ്റായിട്ട് പറയുകയാണ്, മനഃപൂർവ്വമായിട്ട് തെറ്റായിട്ട് പറയുകയാണെങ്കിൽ മാത്രമേ അവിടെ ഫ്രോഡ് ഉണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ കഴിഞ്ഞ കേസിൽ പറഞ്ഞ പോലെ ഈ കുതിരയെ താങ്കൾ കൊണ്ടുപോയിക്കോളൂ, ഈ കുതിര വളരെ ഭാഗ്യം കൊണ്ടുവരുന്ന കുതിരയാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു അഭിപ്രായം മാത്രമാണ്, അതൊരു മെറ്റീരിയൽ ഫാക്റ്റാന്ന് പറയാൻ പറ്റത്തില്ല. നേരെ മറിച്ച് ഒരാൾ പറയാണ്, ഇപ്പോൾ എനിക്കൊരു മെന്റലി സ്റ്റേബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയുക ഒട്ടും
കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കുതിരേനെ എനിക്ക് വേണമെന്ന് പറയുകയാണ്. അപ്പോൾ ഇയാൾക്ക് തന്നെ അറിയാം ഈ കുതിരയ്ക്ക് ചെറിയൊരു മതപ്പാടമുള്ള കുതിരയാണ്, അല്ലെങ്കിൽ അതിനെ ബാലൻസ് ചെയ്യാൻ കുറച്ച് പ്രയാസമുള്ള, മാനേജ് ചെയ്യാൻ കുറച്ച് പ്രയാസമുള്ള ഒരു കുതിരയാണെന്ന് അറിഞ്ഞിരിക്കുക ഈ കുതിരേനെ കൊണ്ടുപോയിക്കോളൂ, ഇത് ഒരു ശാന്തശീലനായിട്ടുള്ള ഒരു കുതിരയാണെന്ന് പറഞ്ഞ ഒരാൾക്ക് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഫ്രോഡാണ്. അതായത് നമുക്ക് ആ കുതിരയായിട്ട് റെലവെന്റ് ആയിട്ട് എന്തായാലും ആ ഒരു പർട്ടിക്കുലർ കോൺട്രാക്റ്റിൽ മറ്റേ പാർട്ടി ഡിമാൻഡ് ചെയ്യുന്ന കാര്യം എന്താണോ അത് ആ കോൺട്രാക്റ്റിനെ സംബന്ധിച്ചിടത്തോളം മെറ്റീരിയൽ ആണ് അല്ലെങ്കിൽ റെലവെന്റ് ആണ്. ആ ഒരു വസ്തുത എന്താണ് നമ്മൾ വേറെ ഒരു രീതിയിൽ അയാളുടെ മുന്നിൽ പ്രസന്റ് ചെയ്തിട്ട് അയാളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെങ്കിൽ അതെന്താണ്, ഫ്രോഡായിട്ട് ട്രീറ്റ് ചെയ്യാം. പക്ഷെ അയാൾ ചോദിക്കാത്ത ഒരു കാര്യം നമ്മളൊരു അഡീഷണൽ ഒരു ഇൻഫർമേഷൻ പോലെ നമ്മളുടെ ഒരു കമന്റ് ആയിട്ട് പറയുകയാണ്, അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു ഒപ്പീനിയൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് എന്തായിട്ട് ട്രീറ്റ് ചെയ്യത്തില്ല, ഫ്രോഡായിട്ട് ട്രീറ്റ് ചെയ്യത്തുമില്ല. കോൺട്രാക്റ്റുമായിട്ട് നോക്കുന്ന സമയത്ത് അതെന്തായിരിക്കണം, ഒരു റെലവെന്റ് പോയിന്റ് ആയിരിക്കണം നമ്മൾ പറഞ്ഞിരിക്കുന്ന അവാസ്തവമായിട്ടുള്ള കാര്യം. അങ്ങനെയാണെങ്കിൽ മാത്രമേ അവിടെ ഫ്രോഡ് ഉണ്ട് എന്നുള്ളത് പറയാൻ പറ്റുള്ളൂ. ഇതാണ് ഫ്രോഡിനെ സംബന്ധിച്ച് പറയുന്നത്. ഇനി ഏതൊക്കെ കാര്യങ്ങളാണ് ഫ്രോഡിന്റെ പരിധിയിൽ വരുന്നത് എന്നുള്ളതാണ് അടുത്ത പോയിന്റ്. എനി വൺ ഓഫ് ദ ഫോളോയിങ് ആക്ട്സ് മസ്റ്റ് ബി committed in the case of a fraud. First one, suggestion as to a fact which is not true by one who does not believe it to be true. അപ്പോൾ ഫ്രോഡ് ഉണ്ടെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്നും ഉണ്ടായിരുന്നിരിക്കണം. സജഷൻ ഓഫ് എ ഫാക്ട് വിച്ച് ഇസ് നോട്ട് ട്രൂ ബൈ വൺ പേഴ്സൺ ഹു ഡസ് നോട്ട് ബിലീവ് ഇറ്റ് ടു ബി ട്രൂ. അതായത് നമുക്കറിയാം ഒരു കാര്യം ശരിയല്ല എന്നുള്ളത്, അല്ലെങ്കിൽ അത് തെറ്റാണെന്നുള്ളത് നമുക്കറിയാം, അത് അങ്ങനെ അല്ല എന്നുള്ളത് നമുക്കറിയാം. എന്നിട്ട് നമ്മൾ മറിച്ച് പറയുകയാണ് ഇത് ശരിയാണെന്നും പറഞ്ഞിട്ട് നമ്മൾ പറയുകയാണ്. അതായത് ഇപ്പോൾ ഈ കുതിരയ്ക്ക് സ്റ്റെബിലിറ്റി ഓഫ് മൈൻഡ് ഇല്ല എന്നുള്ള വസ്തുത നമുക്കറിയാം, എന്നിട്ട് നമ്മൾ പറയുകയാണ് ഈ കുതിര സ്റ്റേബിൾ ആണെന്ന് പറയുകയാണ്. അതാണ് ഒന്നാമത്തത്. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ആക്റ്റീവ് കൺസീൽമെന്റ് ഓഫ് എ ഫാക്ട് ബൈ വൺ ഹാവിംഗ് ബിലീഫ് ഓർ നോളജ് ഓഫ് ദ ഫാക്ട്. അതായത് കൺസീലിംഗ് എ ഫാക്ട് ബൈ വൺ ഹു ഹാസ് നോളജ് ഓഫ് ദ ഫാക്ട്. അതായത് നമുക്ക് അറിയാവുന്ന ഒരു വസ്തുത നമ്മൾ എന്ത് ചെയ്യാണ്, ഡെലിബറേറ്റ് ആയിട്ട് മറച്ചു വെക്കുക. ഒന്നുകിൽ നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഒരു എഫേർട്ട് ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, മറ്റേയാൾ അത് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മളുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രവൃത്തി ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഈ കുതിരയുടെ കേസ് തന്നെ എടുക്കുകയാണ്. കുതിരയുടെ കുളമ്പിൻ്റെ താഴെ ഒരു ക്രാക്ക് ഉണ്ട് എന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ഒരു വിള്ളലുണ്ട്. അത് മറ്റേയാൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റാത്ത രീതിയിൽ എന്ത് ചെയ്യാണ്, അത് ടാറോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള സൂപ്പർ ഗ്ലൂ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അത് കവറപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മറ്റേയാൾ അറ്റ് എ ഗ്ലാൻസ് നോക്കിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യത്തില്ല, ആൾക്കത് മനസ്സിലാവത്തില്ല. ഓക്കെ, അപ്പോൾ ഇയാളുടെ ഭാഗത്തു നിന്നുള്ള ഡെലിബറേറ്റ് കൺസീൽമെന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു മറച്ചു വെക്കൽ അവിടെ ഉണ്ടായിട്ടുണ്ട് ഒരാളുടെ ഭാഗത്തു നിന്ന്. അത് എന്തായിട്ട് ട്രീറ്റ് ചെയ്യും, ഫ്രോഡായിട്ട് ട്രീറ്റ് ചെയ്യും. അതായത് കുതിരയുടെ കുളമ്പിന്റെ താഴെ വിള്ളൽ ഉണ്ടായിട്ടുണ്ട്, കുതിരയ്ക്ക് ശരിയായ രീതിയിൽ ഓടാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അതിനെ എന്ത് ചെയ്തിട്ടുണ്ട്, കവർ ചെയ്തിട്ടാണ് ഇയാൾക്ക് കൊടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ നമ്മളൊരു എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രോപ്പർട്ടിയാണ് വാങ്ങിയിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ആ പ്രോഡക്റ്റിന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പൊട്ടൽ സംഭവിച്ചിട്ട് അതിനെ ഏതെങ്കിലും തരത്തിലുള്ള ഗ്ലൂവോ അല്ലെങ്കിൽ അഡിസീവായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വെച്ചിട്ട് അതിനെ ഒട്ടിച്ചിട്ടാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകത്തില്ല, പക്ഷെ അത് എന്തായിരിക്കും, ഫ്രോഡായിരിക്കും ആ ഒരു കേസ് എന്ന് പറയുന്നത്. അത് പിന്നീട് അത് വൺസ് വിസിബിൾ ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇയാൾക്ക് എതിരെ അഗെയിൻസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യാനായിട്ട് പറ്റും, അവിടെ ഫ്രോഡ് ഉണ്ടെന്ന് പറയാനായിട്ട് പറ്റും. അപ്പോൾ ഡെലിബറേറ്റ് കൺസീൽമെന്റ് ഓഫ് എ ഫാക്ട് ബൈ വൺ പേഴ്സൺ ഹു ഈസ് ഹാവിംഗ് നോളജ് ഓഫ് ദ സെയിം. നമുക്ക് അറിയാവുന്ന ഒരു കാര്യം നമ്മൾ ഏതെങ്കിലും തരത്തിൽ മനഃപൂർവ്വമായിട്ട് മറച്ചു വെച്ചിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ അതെന്താണ്, ഫ്രോഡായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യും. ദെൻ പ്രോമിസ് മെയ്ഡ് വിത്തൗട്ട് എനി ഇന്റൻഷൻ ഓഫ് പെർഫോമിങ് ഇറ്റ്. A promise which is made by one party without the intention of performing the same is also come under the definition of fraud. അതായത് ഇപ്പൊ നമ്മൾ ഒരാൾക്കൊരു പ്രോമിസ് കൊടുക്കുന്ന സമയത്ത് തന്നെ നമുക്കറിയാം എന്ത്, നമ്മളിത് പാലിക്കാൻ പോകുന്നില്ല, അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യം നമ്മൾ ചെയ്യാൻ പോകുന്നില്ല, ഇയാളെ നമ്മൾ വഞ്ചിക്കുമെന്നുള്ളത് നമുക്ക് തന്നെ അറിയാം. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാനിപ്പോൾ എൻ്റെ വീട് വിൽക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ അടുത്തു നിന്ന് അഡ്വാൻസ് വാങ്ങുകയാണ്. ആ അഡ്വാൻസ് വാങ്ങുന്ന സമയത്ത് തന്നെ എനിക്കറിയാം എന്ത്, ഓൾറെഡി ഞാൻ ആ വീട് സെയിലാക്കിയിട്ടുണ്ട്, പക്ഷെ ഞാൻ എന്ത് ചെയ്തിട്ടില്ല, ആ വസ്തുത നിങ്ങളുടെ അടുത്തു നിന്ന് മറച്ചു വെച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, നിങ്ങളുടെ അടുത്തു നിന്ന് അഡ്വാൻസ് വാങ്ങുന്നത്. നിങ്ങളുടെ അടുത്തു നിന്ന് അഡ്വാൻസ് വാങ്ങുമ്പോൾ തന്നെ എന്താണ്, ആ ഒരു കോൺട്രാക്ട് നടക്കാനുള്ള സാധ്യത ഇല്ല എന്നുള്ള വസ്തുത എനിക്കറിയാം. ചതിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഞാനത് ചെയ്യുന്നത്. അതും എന്താണ്, ഫ്രോഡിന്റെ പരിധിയിൽ വരികയാണ്. അപ്പോൾ അവിടെ ഞാനൊരു പ്രോമിസ് നിങ്ങൾക്ക് തരുന്ന പ്രോമിസ് എന്താണ്, എൻ്റെ വീട് നിങ്ങൾക്ക് വിൽക്കാം എന്നുള്ളത്. പക്ഷെ ആ പ്രോമിസ് പാലിക്കണം എന്നുള്ള ഉദ്ദേശം ഇല്ലാതെയാണ് ഞാൻ എന്ത് ചെയ്തിരിക്കുന്നത്. അതെന്താണ്, ദാറ്റ് ഓൾസോ അമൗണ്ട്സ് ടു ഫ്രോഡ്.
then any other act fitted to deceive, any act meant to deceive the other party also come under the definition of fraud. അതായത് ഇപ്പം മറ്റേ വ്യക്തിയെ ചതിക്കണം അല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു നഷ്ടം ഉണ്ടാക്കണം എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് നമ്മൾ ഏർപ്പെടുന്ന ചെയ്യുന്ന ഏതൊരു പ്രവൃത്തി എന്തായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യും, ഫ്രോഡായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യും. ഓക്കെ, ദിസ് ഈസ് ഓൾ അബൌട്ട് ഫ്രോഡ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഫ്രോഡ് എന്ന് പറഞ്ഞാലും മിസ്റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാലും കോൺട്രാക്റ്റിനകത്തുള്ള ഒരു പാർട്ടി മറ്റേ വ്യക്തിയോട് നടത്തിയിരിക്കുന്ന അവാസ്തവമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ് രണ്ടിനകത്തും ഉണ്ടായിട്ടുള്ളത്. പക്ഷെങ്കിൽ ഫ്രോഡിന്റെ കേസിലാണെങ്കിൽ ആ അവാസ്തവമായിട്ടുള്ള പ്രസ്താവന നടത്തുന്ന വ്യക്തിക്ക് അറിയാം താൻ പറയുന്നത് തെറ്റാണെന്നുള്ള വസ്തുത അയാൾക്ക് അറിയാം. മനഃപൂർവ്വം മറ്റേയാളെ ചതിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് സത്യമല്ലാത്ത ഒരു കാര്യം വസ്തുതയാണെന്ന് പറഞ്ഞ് അയാളെ ധരിപ്പിക്കുന്നത് ഫ്രോഡിന്റെ കേസിൽ. മിസ്റെപ്രസെന്റേഷന്റെ കേസിലാണെങ്കിൽ കൂടെ അവിടെ സത്യമല്ലാത്തൊരു കാര്യം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മറ്റേയാളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നുണ്ട്. പക്ഷെങ്കിൽ ആ പറയുന്ന വ്യക്തിക്ക് അറിയത്തില്ല താൻ പറയുന്നത് സത്യമല്ല എന്നുള്ള വസ്തുത അയാൾക്ക് അറിയത്തില്ല, അല്ലെങ്കിൽ അയാൾ വിശ്വസിച്ചിരിക്കുന്നത് താൻ പറയുന്നത് സത്യമാണെന്നാണ്. അതാണ് അവിടെ മിസ്റെപ്രസെന്റേഷന്റെ കേസിലുള്ളത്. അയാൾക്ക് മറ്റേ വ്യക്തിയെ ചതിക്കണം എന്നുള്ള യാതൊരു വിധ ഉദ്ദേശവും ഇല്ല. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. മിസ്റെപ്രസെന്റേഷൻ is a non-deliberate misstatement of fact made by one party to the other party and he is not having any intention to deceive the other party. Whereas in the case of fraud, the person who is making the wrong statement is knowing that he is making a false statement and he is having the intention to deceive the other party. Okay, thank you.